ഹലോ, ഗുഡ് മോർണിംഗ്. രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പത്രമാറ്റിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/4/2025 കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കനകയും നമ്മുടെ നന്ദും കൂടെ പ്ലാൻ ചെയ്യാണ് നമ്മുടെ നയനയെ കൂടെ കൊണ്ടുപോകണം. അത് അപ്പോൾ അറിയാം ദേവയാനിയുടെയും അവരുടെയും രണ്ടാളുടെയും റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് അറിയാം എന്ന് പറയണേ. അപ്പോൾ പറയും എങ്ങനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണാം, നമുക്ക് എന്തെങ്കിലും കാണിച്ചിട്ടാണെങ്കിലും പറഞ്ഞിട്ടാണെങ്കിലും കൊണ്ടുപോകണം ഇവിടുന്ന് ഇങ്ങനെ നമ്മളെ നന്ദു പറയണം. ഇപ്പോൾ ആ മോളെ പറയാം, നമുക്കെന്തായാലും ഒന്ന് സംസാരിച്ച് നോക്കാം എന്നൊക്കെ പറയും. അപ്പോൾ പറയും എന്താല്ലേ അഭിനയം അവരുടെ രണ്ടാളുടെയും, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മളുടെ മുന്നിലൊക്കെ അവർ അഭിനയിക്കുകയാണ്. തീർച്ചയായിട്ടും കൂടി ഇത് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു അമ്മേ എന്നൊക്കെ പറയുകയാണ് നന്ദു കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ നയന അങ്ങോട്ട് വരും. നയന വരുന്ന സമയത്ത് എന്താണ് രണ്ടാളും കൂടെ ഒരു മാറി നിന്നൊരു സംസാരം, ഒന്നുമില്ല മോളെ എന്ന് പറയും കേട്ടോ. അപ്പോൾ പിന്നെ ഇതിനെ പറ്റിയിട്ട് തന്നെ സംസാരിക്കും. അപ്പോൾ പോകുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ പറയും മോളെ എന്താ അറിയില്ല, എനിക്ക് കുറച്ച് ദിവസമായിട്ട് നടുവിനൊരു വേദന ഉണ്ട് പറയും. അപ്പോൾ പിന്നെ അതുമല്ല നന്ദുട്ടനും ഇനിയിപ്പോൾ പോവില്ലേ ക്യാമ്പിലേക്ക്, അപ്പോൾ മോള് ഞങ്ങളെ കൂടെ 2 ദിവസം അവിടെ വന്ന് നിൽക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും എനിക്ക് വരുന്നതിന് സന്തോഷമുള്ളൂ അമ്മേ, അത് പക്ഷേ ആദർശേട്ടൻ്റെ അമ്മ സമ്മതിക്കുമെന്ന് അറിയില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇവരിങ്ങനെ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് നന്ദുവും കനകയും കൂടെ. അപ്പോൾ പറയും ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ, അറിയാം എനിക്ക് വയ്യാഞ്ഞിട്ടാ മോളെ, നീ അതൊന്നും അവരോട് പറയണ്ട കേട്ടോ, അതൊന്നും അവരോട് പറയണ്ട, എനിക്ക് അവശതയെന്നൊന്നും അവരോട് പറയണ്ട കേട്ടോ പറയാം. അപ്പോൾ നന്ദു പറയും ഞാനിപ്പോൾ ഈ ചിക്കൻ ബോക്സ് മാറിയതിലുള്ളൂ, എനിക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ട് ചേച്ചി. ഇപ്പോൾ നവ്യ ചേച്ചി അവിടെ വന്ന് നിൽക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ വേണ്ടേ, പിന്നെ അതുപോലെ ഇനിയിപ്പോൾ ഞാൻ ക്യാമ്പിൽ പോവുകയാണെങ്കിൽ ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ, അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടെ കുറച്ച് ദിവസം അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ നിൽക്കാം, നിങ്ങളുടെ രണ്ടാളുടെയും കല്യാണം കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ഒരുമിച്ച് നിന്നിട്ടില്ലല്ലോ എന്ന് പറയും. ശരിയാ മോളെ, എനിക്കും ആഗ്രഹമുണ്ട്, എന്തായാലും നോക്കട്ടെ, ഞാൻ ആദർശേട്ടനോടൊന്ന് പറഞ്ഞ് നോക്കട്ടെ, എന്നിട്ട് ആദർശേട്ടൻ എന്താ പറയണമെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ കൂടെ ഇപ്പോൾ പോരാം എന്നൊക്കെ പറയണം. ശരി മോളെ എന്ന് പറയും. മോളെ എനിക്ക് അവശതയെന്ന് അവരോട് പറയല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെയും കനക ഇല്ല അമ്മേ ഞാൻ പറയില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെ നയനെ പോയിട്ട് ആദർശിനോട് പറയാണ് കേട്ടോ. അപ്പോൾ പറയും ആദർശേട്ടാ അമ്മയ്ക്ക് ഞാനൊരു 2 ദിവസം അവരുടെ കൂടെ പോയി നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഇനിയിപ്പോൾ നന്ദു പോവുമല്ലേ ക്യാമ്പിൽ, അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അതുമല്ല അമ്മയ്ക്ക് എന്തോ അവശത ഉണ്ട്, ക്ഷീണമൊക്കെ ഉണ്ട്, അപ്പോൾ നവ്യ ചേച്ചീനെ കൊണ്ടുപോകുമ്പോൾ ഞാനും കൂടെ പോകണം എന്നാണ് അമ്മ പറയുന്നത് എന്ന് പറയും. അപ്പോൾ പറയാം അതിനെന്താ നീ പോയിക്കോ, നീ 2 ദിവസം അവിടെ പോയി നിന്നോ എന്ന് പറയും. അപ്പോൾ പറയും പിന്നെ അമ്മ സമ്മതിക്കുമോ എന്നറിയില്ല, അമ്മ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് പോവുക, അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ ഞാൻ പോണത് എന്നറിയും. അത് സാരില്ല, ഞാൻ മുത്തശ്ശനോട് പറയാം, മുത്തശ്ശനാകുമ്പോൾ അമ്മയെ വിളിച്ച് പറഞ്ഞോളും, അപ്പോൾ നിനക്ക് പോവാലോ എന്ന് പറയും. അപ്പോൾ ശരി ഞാൻ മുത്തശ്ശനോടൊന്ന് പറയട്ടെ, നീ പോയി നിന്നോ 2 ദിവസം എന്നൊക്കെ പറയൂ കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയണേ. അത് കഴിഞ്ഞിട്ട് നമ്മളെ ജയനും എന്താണ് അല്ല നമ്മളെ ആദർശ് മുത്തശ്ശനോട് പോയി പറയും. അപ്പോൾ എന്താ പറയുക, ഗോവിന്ദനും മുത്തശ്ശിയും കൂടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ പറയും എടോ താൻ നല്ലൊരു കലാകാരനാണ്, പക്ഷെ അറിയപ്പെടാതെ പോയി അതാണ് പ്രശ്നം, പിന്നെ എന്താ വെച്ചാൽ തൻ്റെ മോളിപ്പോൾ നല്ല ഉയരങ്ങളിലെത്തിയില്ലേ, അവൾ പ്രശസ്തിയായില്ലേ എന്നൊക്കെ പറയും, തനിക്ക് കിട്ടാത്തത് മോൾക്കാണ് കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. പറയും അതെ മോളിപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നല്ല ഇതിൽ തന്നെ പോണത് എന്നൊക്കെ പറയും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളുടെ ആദർശ് അങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ആദർശ് അങ്ങോട്ട് വരുന്ന സമയത്ത് പിന്നെ ആദർശമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആദർശ് പറയും മുത്തശ്ശ എന്താണ് ഇങ്ങനെ നയനയ്ക്ക് 4 ദിവസം വീട്ടിൽ പോയി നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്, അപ്പോൾ അമ്മ സമ്മതിക്കില്ല, അതാണ് ഇപ്പോൾ പ്രശ്നം എന്ന് പറയും. അതിനെന്താ അങ്ങനെ പോയി നിന്നിട്ടൊന്നുമില്ലല്ലോ, കുറേ നാളായില്ലേ പോയി നിന്നോട്ടെ, അതിനെന്താ കുഴപ്പം, ഞാൻ ദേവയാനിയോട് പറയാം എന്ന് പറയും. അപ്പോൾ പറയും നിനക്ക് പ്രശ്നം, എനിക്ക് പ്രശ്നമില്ല മുത്തശ്ശ, നയന അവിടെ പോയി നിന്നോട്ടെ കുഴപ്പമൊന്നുമില്ല, 4 ദിവസത്തെ കാര്യമല്ലേ അതൊന്നും സാരമില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ പറയാം, നീ ഇതൊരു കാര്യം ചെയ്യും, ദേവയാനിയോട് ഒന്ന് പറ എന്ന് പറയും. ശരി പറയാം. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നയനയുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ ഇങ്ങനെ പറയുകയാണ്.
അപ്പോൾ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ദേവയാനിയും ജയനും കൂടെ നിന്ന് സംസാരിക്കുക. അപ്പോൾ പറയും, എടോ നമ്മൾ ദിവ്യ പോകുമ്പോൾ മോൾക്ക് കുറച്ച് സ്വർണ്ണമൊക്കെ കൊടുക്കണ്ടേ, പ്രസവത്തിന് കൂട്ടിയും കൊണ്ട് പോവല്ലേ, അപ്പോൾ ഒത്തിരി സ്വർണ്ണമൊക്കെ കൊടുക്കണ്ടേ എന്ന് പറയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പോൾ അമ്മേനെ ഇപ്പോൾ ഇഷ്ടം പോലെ കൊടുത്തിട്ടില്ല, പിന്നെ ഇപ്പോൾ വേറെ എന്തിനാപ്പോൾ വേറെ സ്വർണ്ണം കൊടുക്കാൻ നിൽക്കുന്നത് അറിയും. അപ്പോൾ പറയും, നീ നിൻ്റെ മരുമകൾക്കോ അവളുടെ ചേച്ചിക്കോ ഒന്നും കൊടുത്തിട്ടില്ല, എന്നാൽ അനാമികയ്ക്ക് വേണ്ടുവോളം കൊടുത്തിട്ടുമുണ്ട്, നിനക്കെന്താ അവർക്ക് കുറച്ച് സ്വർണ്ണം കൊടുക്കണോണ്ട് എന്താ നോക്കും. അപ്പോൾ അങ്ങനത്തെ വലിയ ചടങ്ങുകളൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ പറയും, നീ കുറച്ചും കൂടെ സ്നേഹമായിട്ട് സംസാരിക്കുക അവരുടെ വീട്ടുകാരോട്, നീ എന്തിനാ ഇങ്ങനെ അവരോട് ചാടിക്കടിക്കുന്നത്, നിൻ്റെ ഈ സ്വഭാവം ഒന്ന് മാറ്റി ദേവയാനി എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും, ഞാൻ എന്താ അവരോട് സ്നേഹമായിട്ടല്ലേ എന്നെ സംസാരിച്ചത്, ഞാൻ എൻ്റെ സ്വഭാവം ഒരുപാട് മാറ്റിയിട്ടൊക്കെ ഉണ്ട്, ഇനി ഇതിൽ കൂടുതൽ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട പോലെ സംസാരിക്കുക. അപ്പോൾ പറയും, നീ മോളോട് സംസാരിക്കുന്ന രീതി ഒരുപാട് മാറ്റണം, നീ ഇപ്പോഴും നീ പഴയ ഇതിൽ തന്നെയാണ് മോളോട് സംസാരിക്കുന്നത്, അതൊക്കെ ഒരുപാട് മാറ്റണം എന്നൊക്കെ തന്നെ പറയണം ദേവയാനിയോട് ജയനിട്ട്. അപ്പോഴേക്കും അവിടേക്കാണ്ട് ആദർശ് വരിക. അപ്പോൾ ആദർശ് വന്നിട്ട് പറയും, അച്ഛാ പിന്നെ അമ്മോട് മുത്തശ്ശനെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയും. എന്തിനാന്ന് ചോദിക്കും. അറിയില്ല എന്ന് പറയും. അപ്പോൾ പറയും, പിന്നെ അപ്പോൾ ആദർശും ജയനും കൂടെ ഒന്ന് സംസാരിക്കുക. അപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്, അതെ അമ്മ കുറച്ചും കൂടെ ഇതായിട്ട് തന്നെ സംസാരിക്കണം, എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയുള്ളൂ എന്നൊക്കെ പറയും. പിന്നെ അപ്പോൾ എന്നിട്ട് അറിയാം എന്തിനാ അച്ഛൻ വിളിക്കണം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുക കേട്ടോ. അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ജയനും ആദർശും മാത്രം. അപ്പോൾ പറയും, എന്താക്കുമ്പോൾ നയനയ്ക്ക് അവളുടെ വീട്ടിൽ പോയി 4 ദിവസം നിൽക്കണം എന്നുണ്ട്, പക്ഷെ അമ്മ സമ്മതിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ മുത്തശ്ശൻ അത് പറയാൻ വേണ്ടി വിളിക്കുകയാണ് അറിയും. അപ്പോൾ എന്നൊക്കെ അങ്ങനെ അതിനെപ്പറ്റി അങ്ങനെ സംസാരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളുടെ പിന്നെ എന്താ പറയുക, നന്ദുവിനെ കുറിച്ച് പറയണേ. അപ്പോൾ പറയും, നന്ദുവിനോട് മുത്തശ്ശൻ പറയുകയാണ്, നീ മോളിപ്പോൾ SI ആയി വന്നാലും സിവിൽ സർവീസിന് പരീക്ഷ എഴുതണം, ഇതിലും വലിയ ഉയരങ്ങളിൽ എത്തണം മോളുടെ ആഗ്രഹം പോലെ എന്നൊക്കെ പറയും. അപ്പോൾ പറയും, മോൾക്ക് വലിയ ആഗ്രഹങ്ങളാണ്, മോളെ ആഗ്രഹം പോലെ തന്നെയാണ് ജോലി കിട്ടിയത് അറിയാം, അതുമാണല്ലേ കരാട്ടയൊക്കെ പഠിപ്പിച്ചത് മോളെ എന്നിങ്ങനെ ചോദിക്കും മുത്തശ്ശി കേട്ടോ. അപ്പോൾ പറയാം, മോൾക്ക് ഓരോരോ സ്വപ്നങ്ങളാണ്, ഞങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയണം. അത് കഴിഞ്ഞ് അപ്പോഴേക്കും പറയും, ആദർശേ നിന്നോട് അല്ല നയനെ ആദർശിന് എന്തായിരുന്നു ഇഷ്ടമെന്ന് നമുക്കറിയുമെന്ന് വയ്ക്കുമ്പോൾ, അറിയില്ല, അങ്ങനെ കരാട്ടയൊക്കെ പഠിച്ചത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഉള്ളതാവാനായിരിക്കാം, SI അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാനായിരിക്കാം എന്നൊക്കെ പറയും. അപ്പോൾ പറയും, അതല്ല പക്ഷേ എൻ്റെ കൊച്ചുമക്കളിൽ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ളത് ആദർശാണ്, അതുകൊണ്ട് ജയനെക്കാട്ടിലും എടുക്കാനാണ് അവൻ, അതുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് മുഴുവൻ അവനെ ഏൽപ്പിച്ചത്, അതുകൊണ്ട് തന്നെയാണ് അവൻ MBA പഠിക്കാൻ പുറത്തേക്ക് പറഞ്ഞയച്ചതും. അപ്പോൾ അത് ഭംഗിയായിട്ട് അവൻ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അവൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ദേവയാനി അങ്ങോട്ട് വരും. ദേവയാനി അപ്പോൾ എല്ലാവരും ഉണ്ട് അവിടെ, ദേവയാനി ഉണ്ട്, നന്ദുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നയനയൊക്കെ ഉണ്ട്. അപ്പോൾ പറയും, പിന്നെ എന്താണ് ദേവേ, നീ മോള് ഒരു 4 ദിവസം മറ്റേ ഇവരുടെ കൂടെ പോട്ടെ, കാരണം എന്താണ് നമ്മുടെ കനകയുടെ കൂടെ പോട്ടെ എന്ന് പറയും. അപ്പോൾ പറയും, അതെന്തിനാപ്പോൾ പോകാൻ നിൽക്കുന്നത്, ഇപ്പോൾ പിന്നെ അത് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നോ അങ്ങനെ എന്തോ പറയും. അപ്പോൾ പറയും ആദർശ്, ഇനിയിപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദർശിന് വലിയ പ്രശ്നമെന്ന് പറയുമ്പോൾ, ഇല്ലമ്മേ 2 ദിവസത്തെ കാര്യമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ല, പോയിക്കോട്ടെ, നീ ഇപ്പോൾ അതൊക്കെ പറയുകയൊക്കെ ചെയ്യും എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ പറയും, നീ എന്താ സാധാരണ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്ക പെൺകുട്ടികളും അവനവൻ്റെ വീട്ടിലാണ് പോയി നിൽക്കുക, ഇത് നമ്മുടെ ഭാഗ്യമാണ്, കാരണം നിന്നോട് അനുവാദം ചോദിക്കാണ്ട് അവർ ഇവിടുന്ന് പോയപ്പോൾ ഗോവിന്ദനാണെങ്കിലും കനകയാണെങ്കിലും നിങ്ങളോട് അനുവാദം ചോദിച്ചിട്ടേ ഇവിടുന്ന് മക്കളെ കൊണ്ടുപോകുന്നുള്ളൂ. ഇപ്പോൾ അവളാണെങ്കിലും അതെ, നിൻ്റെ അനുവാദം അല്ലാണ്ട് പിന്നെ പോകണമില്ല. പിന്നെ അങ്ങോട്ട് അത് അക്കാലത്തെ കുട്ടികൾ അങ്ങനെയല്ല, സാധാരണ എല്ലാവരും അങ്ങനെ കഴിയുന്നതും ഭർത്താവിൻ്റെ വീട്ടിലല്ല അവർ നിൽക്കുക, അവരുടെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കാനാണ് കുട്ടികൾക്ക് ഇഷ്ടം. ഇവിടെയാണെങ്കിൽ നേരെ വിപരീതമാണ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ പറയും, നീ പോയി നിന്നോ 2 ദിവസം എത്ര വെച്ചാൽ പോയി നിന്നോ, അങ്ങനെ ഗൗരവത്തിൽ പറയും. അപ്പോൾ അമ്മയ്ക്ക് നല്ല മനസ്സോടു കൂടി തന്നെ അമ്മ പറയണം, എന്നാലേ ഞാൻ പോയി നോക്കുക പറഞ്ഞിട്ട് ഇവരിങ്ങനെ മുഖത്തോട്ട് നോക്കുമ്പോൾ നന്ദും കാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുക, രണ്ടാളെയും വാച്ച് ചെയ്യാണ്. അപ്പോൾ നല്ല സങ്കടമുണ്ട് ദേവിയുടെ മുഖത്ത്, ഭയങ്കര വിഷമമാണ് മരുമകൾ പോണേൻ്റെ. അപ്പോൾ പറയും, പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല, 2 ദിവസമോ 4 ദിവസമോ അവിടെ നിന്നാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ.
അതിൽ പറയും നിങ്ങൾ ഇഷ്ടം പോലെ അങ്ങോട്ട് ചെയ്തോളൂ എന്നൊക്കെ പറയും. അപ്പോൾ നയനെ പറയും അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ പോകുന്നില്ല, എൻ്റെ ഇഷ്ടമൊക്കെ ഇടൊന്നും നോക്കണ്ട, നീ ഇവിടെ നിൻ്റെ ഭർത്താവ് ഇവിടെ കിടന്ന് ഉറങ്ങാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമെന്ന് പറയും. അപ്പോൾ അതിൻ്റെ ആവശ്യം എന്താ? അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ ആദർശിന് ഒരുപാട് പേരില്ലേ, നമ്മളിപ്പോൾ നയനെ പോയാലും ബാക്കി എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ, അപ്പോൾ അവനങ്ങനെ ബോറടിക്കേണ്ട കാര്യം എന്താ അവിടെ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളെ നയനെ അങ്ങോട്ട് പോവാണ്, മോളിക്ക് കയറി പോവാണ്, എന്നാൽ ബാഗ് പെട്ടിയൊക്കെ ഒരുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല പോകുന്നതിന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതും പറഞ്ഞ് നമ്മുടെ ദേവയാനി മുങ്ങുകയാണ് അവിടെ നിന്ന് കേട്ടോ. അപ്പോൾ കനകയും നന്ദുവിന് മനസ്സിലായി അങ്ങോട്ട് തന്നെയാവും ചെല്ലാന്നുള്ളത്. അപ്പോൾ പറയും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായോ നമ്മളുടെ ഈ നയന് പോകുന്നതിൽ ഏറ്റവും കൂടുതൽ വിഷമം നമ്മുടെ ദേവയാനിക്കാണ് എന്ന് ശ്രദ്ധിച്ചോ നോക്കിയിട്ടോ മുത്തശ്ശി പറയൂ. സങ്കടമാണോ ഇനിയിപ്പോൾ ദേഷ്യമാണോ എന്ന് അറിയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ആദർശം അറിയും ദേഷ്യമാവും, ചിലപ്പോൾ രണ്ടാമത് പറഞ്ഞത് ആവും, അവൾ പോണത് തീരെ ഇഷ്ടമല്ല, എൻ്റെ പേരും പറഞ്ഞിട്ട് അവളെ ഇവിടെ പിടിച്ചു നിർത്തുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയും അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ നയനെ ബാഗൊക്കെ ഇങ്ങനെ ഒതുക്കി പെറുക്കിയൊക്കെ വെക്കുകയാണ്. ആ വെക്കുന്ന സമയത്ത് ആണ് നമ്മുടെ ദേവയാനി അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിട്ടാണ് ഈ ചെല്ലുന്ന സമയത്ത് മോളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ച് വേഗം അടുത്തേക്ക് വരികയാണ്. അപ്പോൾ പറയും മോള് 2 ദിവസം പോയി നിൽക്കണോണ്ട് എനിക്ക് വിഷമമൊക്കെ തന്നെയാണ്, പക്ഷേ പോയിക്കോളൂ പറയും. പക്ഷേ അല്ല അമ്മയ്ക്കും തീരെ വയ്യ, അവിടെ അമ്മയ്ക്ക് എന്തോ ഒരു വയ്യാഴിക ഉണ്ട്, പിന്നെ 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്ദും പോവല്ലേ ക്യാമ്പിൽ, പിന്നെ ഒരുപാട് മാസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അവൾ വരിക. അപ്പോൾ അമ്മയുടെ കൂടെ പോയി ഒരു 2 ദിവസം എല്ലാവരും കൂടെ ഒന്ന് നിൽക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ മോള് പൊക്കോ, മോള് വിളിക്കണം കേട്ടോ, കൂടുതൽ നിൽക്കരുത് എന്നൊക്കെ പറയില്ല ഞാൻ വേഗം വരാം എന്ന് പറയും. മോള് പോണത് സങ്കടമൊക്കെ തന്നെയാണ്, പക്ഷേ എന്താ ചെയ്യുക, എനിക്കും സങ്കടം തന്നെയാണ് അമ്മയെ പോവാൻ, പക്ഷേ അമ്മയ്ക്കും വയ്യാഴികയാകുമ്പോൾ നമ്മളാരെങ്കിലും ഞാനവിടെ പോയി നിൽക്കണ്ടേ, ചേച്ചിയും കൂടെ ഉള്ളതല്ലേ, അപ്പോൾ ഞാനവിടെ പോയി നിൽക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ നിന്നിങ്ങനെ സംസാരിക്കുക. അപ്പോൾ പറയും മോള് വിഷുവിൻ്റെ മുന്നേ ഇങ്ങോട്ട് വരില്ലേന്ന് വയ്ക്കും. അപ്പോൾ പറയും വേണം, വിഷുവിൻ്റെ മുന്നേ ഞാൻ വരാം, വിഷു ഇവിടെ നമുക്ക് ഇവിടെ ആഘോഷിക്കാം, മോൾ ഇവിടെ വേണമെന്നാണ് എനിക്ക് ആഗ്രഹം എന്ന് പറയും. ഞാൻ വരാം അമ്മേ, ഞാൻ അങ്ങോട്ട് പോകുന്നോളാം, വിഷു ആകുമ്പോഴേക്ക് ഞാനെത്താം, നമുക്ക് പർച്ചേസിനൊക്കെ പോകണം, എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുക്കണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ശരി അമ്മ എന്നൊക്കെ പറയും. അവന് ഭയങ്കര സ്നേഹമായിട്ടാണ് അവരുടെ സംഭാഷണങ്ങൾ അവിടെ വരുന്നത്. അമ്മയമ്മയും മരുമകളും വേറെ ആരും കാണിക്കുന്ന നവ്യേനെയോ അബിയോ അനിയനെയോ ആരെയും കാണിക്കുന്നില്ല, ഇവരൊക്കെ കുറച്ച് പേര് തന്നെ ഉള്ളൂ അവിടെ. അപ്പോൾ ഇങ്ങനെ പറയും എന്നാലും ശരി മോളെ നിങ്ങൾ എന്നാന്ന് പോവാൻ നോക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദർശ് വരുന്നുണ്ടാവും. അപ്പോൾ നയനെ കാണുന്നില്ല, ആദർശ് വരുന്നത്. അപ്പോൾ ആദർശ് ഇങ്ങനെ വരുന്ന സമയത്ത് ദേവയാനി കാണും. അപ്പോൾ നീ പോവാതിരിക്കുക, എന്താ വേണ്ട വെച്ചാൽ ചെയ്തു, ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്നോ, പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും നയനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുക. അപ്പോൾ കാണാൻ ആദർശ് വരുന്നത്. അപ്പോൾ മനസ്സിലായി പ്ലേറ്റ് മാറ്റി വെച്ചത് എന്താണെന്ന്. അതിൽ അറിയും എനിക്കൊന്നുമില്ല, ഇനിയിപ്പോൾ ഇവനെന്തെങ്കിലും പ്രശ്നമാകുമ്പോഴേ ഉള്ളൂ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ആദർശ് ഒരു എന്താ അമ്മ വയ്ക്കും, ഒന്നുമില്ല നിൻ്റെ ഭാര്യയോട് പറയായിരുന്നു, പോണ കാര്യത്തിനെ പറ്റി സംസാരിക്കുകയായിരുന്നു എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ അവൾ പോയിക്കോട്ടെ അമ്മേ, 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, എനിക്കെന്ത് വരാനാ, പിന്നെ എന്താണ്, പിന്നെ അമ്മ കുറച്ചും കൂടെ സ്നേഹമായിട്ടൊക്കെ സംസാരിക്കുമെന്ന് പറയും. എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയും. അവൾ പോവാതിരിക്കുക, എന്താ വേണ്ട ആയിക്കോട്ടെ എന്നൊക്കെ എന്നെ ദേഷ്യം പിടിച്ചിട്ട് അങ്ങോട്ട് പോകട്ടോ. അപ്പോൾ ആദർശം അറിയും ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്താ നിന്നോട് അമ്മ സംസാരിച്ചുകൊണ്ടിരുന്നേ ചോദിക്കും. അപ്പോൾ അറിയും ഇതൊക്കെ തന്നെ എന്നറിയും, പോകുന്നതിനെക്കുറിച്ച് തന്നെയാണ് ആണോ എന്ന് ചോദിക്കും. പോകുന്നതിനെക്കുറിച്ച് തന്നെയാണ് ആദർശേട്ടാ പറഞ്ഞത്. അത് ശരി എന്നറിയും. അപ്പോൾ ആദ്യം കാരണം അവർ വരുമ്പോൾ നല്ല സ്നേഹമായിട്ടാണല്ലോ സംസാരിക്കുന്നുണ്ടാവുന്നത്, അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവിരിക്കാം. അത് കഴിഞ്ഞ് എന്നെ പറയും പിന്നെ നീ പോയിട്ട് വേഗം വരില്ലേ, 4 ദിവസം നിന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ വിഷുവിന് താൻ ഇവിടെ വരണം, നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ ആദ്യത്തെ വിഷുവാണ്, അപ്പോൾ എന്തായാലും താൻ ഇങ്ങോട്ട് വരണം, നമുക്ക് പിന്നെ എല്ലാവർക്കും ഇത് വിഷുവിനുള്ള ഡ്രസ്സുകൾ എടുക്കാനൊക്കെ പോകണം എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ വരാം ആദർശേട്ടാ, ഞാൻ അങ്ങോട്ട് പോകുന്നാളാം എന്ന് പറയും. അങ്ങനെ അവർ ഭയങ്കര സ്നേഹം കേട്ടോ ഭാര്യയും ഭർത്താവും തമ്മിൽ. അപ്പോൾ ഞാൻ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അവൾ പറയും ഒരു ദിവസം എന്നാൽ ആദർശേട്ടാ അവിടെ വന്ന് നിൽക്കാൻ നോക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ നോക്കട്ടെ എന്നറിയും. അപ്പോൾ ഞാൻ വന്ന് നിന്ന് കഴിഞ്ഞാൽ തുടങ്ങും അമ്മ വിളിക്കാമെന്നറിയും. ഇല്ല അപ്പോൾ വിളിക്കുമ്പോൾ അങ്ങോട്ട് പോരാ, അതുവരെ ആദർശേട്ടനെ അവിടെ വന്ന് നിൽക്കുക, ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ദിവസം കൂടാം, അപ്പോഴത്തേക്കും അബീനെയും കൂടെ കൊണ്ടുവരുന്നറിയും. അബി വരുമോ എന്നറിയില്ല, നോക്കാമെന്ന് അറിയും കേട്ടോ. അങ്ങനെ അവർ തമ്മിലുള്ള നല്ല സ്നേഹമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് പിന്നെ നമ്മളുടെ ആദർശും നയനയും കൂടെയുള്ളത്. അപ്പോൾ ഇങ്ങനെ പോകാൻ നോക്ക് യാത്ര പറയുകയാണ്. അപ്പോൾ ആദർശം ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് നമ്മുടെ നയനേനെ.
സ്നേഹമായിട്ട്. അപ്പോൾ അവനെ പറയുകയാണ് എന്നാൽ ശരി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. യാത്ര പറയാണ്. പിറ്റേ ദിവസമുള്ളൂ, ഇനിയിപ്പോൾ ഇന്നും കഴിഞ്ഞു, പിന്നെ നാളെ പോകണ്ടാവുള്ളൂ തോന്നുന്നു. എന്തായാലും പത്തരമാറ്റ് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അമ്മായിയമ്മേനെയും മരുമകളെ. അപ്പോൾ നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട്, പാവാണ് ദേവയാനി, ശരിക്ക് ഒരു ആരെങ്കിലോടും സ്നേഹം തോന്നുന്നത് ചങ്ക് പറിച്ചു കൊടുക്കും, ഇഷ്ടക്കേട് തോന്നുന്നത് അതുപോലെ പെരുമാറും ചെയ്യും, അതാണ് അവളുടെ സ്വഭാവം. അത് എന്താ വെച്ചാൽ ആദർശിൻ്റെ താഴെ വേറൊരു കുട്ടിയും കൂടെ വേണ്ടാന്ന് തീരുമാനിക്കാൻ കാരണം ആദർശ് ശ്വാസം മുട്ടലുള്ള കുട്ടിയായിരുന്നു, ചെറുപ്പത്തിൽ തീരെ വയ്യാഴികയായിരുന്നു. അപ്പോൾ അവനോടുള്ള സ്നേഹം ഞങ്ങളൊക്കെ കണ്ടതാണ്, അതാണ് രണ്ടാമതൊരു കുട്ടി വേണ്ടാന്ന് ജയനോട് പറഞ്ഞത് എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ അതാണ്, അല്ലാണ്ട് അവൾ പാവാണ് എന്നൊക്കെ പറയും, ഈ ചാടി കളിക്കുന്ന സ്വഭാവം തന്നെയുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ എന്താ കനക മനസ്സ് പറയുന്നുണ്ട്, ഞാനത് മുഴുവൻ ഞാൻ കണ്ടതാണ്, എൻ്റെ മോളോടുള്ള സ്നേഹം ദേവയാനിയുടെ എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ മനസ്സ് പറയുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ഇതുണ്ട് അവിടെ, അത് എല്ലാവരും കൂടെ സംസാരിക്കുമ്പോൾ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ നവ്യനെ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് നയനയും കൂടെ പോകാനുള്ള തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവരുടെ മായമ്മയുടെയും മരുമകളുടെയും യാത്ര പറയൽ സീനാവും കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ പത്തരമാറ്റാരും മിസ് ചെയ്യരുത്. അതുപോലെ തന്നെ രാധാസ് ഫാമിലി കിച്ചൺ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യൂ പ്ലീസ്. അപ്പോൾ വീണ്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നു കൊണ്ട് നിർത്തുന്നു.